നാം നാടകക്കാരാക്കി മാറ്റുന്നത് നിങ്ങൾ അനുഭവിച്ചാലും. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ലോ. നാടകം ആരംഭിക്കും. അയ്യോ ഭഗവതി, നീ ആരാണ്? ഞാൻ കണ്ണു മഹർഷിയുടെ മകൾ ശകുന്തല. സ്നേഹമുള്ളവരെന്നെ ശകു എന്ന് വിളിക്കും. എന്റെ ശകു. അയ്യോ, കാലിൽ ഗർഭമുന കൊണ്ടോ? അല്ല, ഏതോ വൃത്തികെട്ട പിള്ളേര് ബബിൾഗം ചവച്ചിട്ട് തുപ്പിയത് എന്റെ കാലിൽ പറ്റിയതാ. എന്നാ ഇന്ന് നോക്കി
കിട്ടണം. താങ്ക് യു ദുഷ്യേട്ടാ. ശകു, എന്താ ദുഷ്യേട്ടാ? ആദ്യ നോട്ടത്തിൽ തന്നെ നിന്നെ എനിക്ക് ഇഷ്ടമായി. നിന്നെ കുറിച്ച് എന്താണ് എന്റെ അഭിപ്രായം? അല്ല, എന്നെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ചക്കരവണ്ടിയിൽ കാടു കാണാൻ വന്ന ഉത്തരരാജകുമാരൻ, ഈ മകരരാജകുമാരൻ, പൂച്ചയെ കണ്ടാലും പേടിച്ചോടുന്ന വീരനം രാജകുമാരൻ, ഈ ഓടനം രാജകുമാരൻ. ഞാനിവിടെ ഉള്ളപ്പോ വേറൊരു വട്ടോ. ആഹാ, എന്നാ ഇന്നാ പിടിച്ചോ. എന്താ ഇത്? ഇത് വിളകളെ നശിപ്പിക്കുന്ന ഇലയുരുട്ടി പുഴു, മൂഞ്ഞ, കൊമ്പഞ്ചെല്ലി, വണ്ട്, പാറ്റ, പ്രാണി എന്നിവയ്ക്കുള്ള ഉത്തമ പ്രതിവിധി T20. ആട്ടെ, ഇത്രയും ധീരനായ അങ്ങേക്ക് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താ അഭിപ്രായം? നമുക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കാതെ ആ മാലിന്യ നദിയുടെ തീരത്ത് പോയി കണ്ണാടി നോക്കി നിൽക്കാം. വാ ദുഷ്യേട്ടാ. ഈ ശകുവിന്റെ ഒരു കാര്യം. ദുഷ്യേട്ടന്റെ ഒരു നാണം. നാണോ? എനിക്കോ? എടി, ഒരു നാണം ഇല്ലാത്തവനെ. നീ വാ. ഓടി ഓടി വിളയാട, ഓടി ഓടി വിളയാട, ഓടി പോകലാകാതെ, ഓടി പോകലാകാതെ, ബോറടിച്ച ദുഷ്യന്തനും ശകുന്തളയും തിരിച്ച് ആശ്രമത്തിലേക്ക്. പ്രാണനാഥ, എന്താ പ്രാണി? അങ്ങനെക്ക് ഇപ്പൊ തന്നെ സത്യം ചെയ്തു തരണം. എന്ത് സത്യം? എന്നെ കല്യാണം കഴിക്കാമെന്ന്. ഓക്കെ. അടിപൊളി പെണ്ണെ, എന്നെ ലൈൻ അടിച്ചവളെ, എന്നെ ചുറ്റി നടന്നവളെ, എന്നെ കണ്ണു കണ്ടിച്ചവളെ, മകരം കുംഭം മീനം ജഡവം കീടകം കഴിഞ്ഞാൽ പെണ്ണെ നിന്നെ കെട്ടി ഞാൻ കൊണ്ടുപോകാം. ഇത് ഞാനിപ്പോൾ തന്നെ സത്യം ചെയ്താം. ശാകു 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 ശാകു, ഇത് സത്യം 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 സത്യം. ശാകു 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 ശാകു, ഇത് സത്യം 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 സത്യം. ശകു, എന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഊരി തരുന്ന ഈ റോൾഡ് ഗോൾഡിന്റെ മുദ്രമോതിരം നീ എന്ത് ചെയ്യും? ഞാനിത് മുളകും പാട്ടിൽ ഊരിടും. മുളകും പാട്ടിലോ? എന്തിനാ? ഇത് കൈ കിടക്കണ കണ്ടാലേ അച്ഛൻ അത് ഊരിക്കൊണ്ടേ കള്ളു കുടിക്കും. പുള്ളിക്കാരനാണെങ്കിൽ ഈയിടെയായിട്ട് തപസ് തീരെ കുറവാ. അതെ, പിന്നെ മുദ്രമോതിരം പോയാലും ഈ സീഡി നീ കളയരുത്. എന്താ? എടി, നമ്മുടെ ലവ് സീൻ മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്ന ഇതിലാണെന്ന്. സമയം വളരെ വൈകി. ഞാൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുക, അല്ലെങ്കിൽ ആകെ കുഴപ്പമാവും. അതെന്താ? പെട്ടെന്ന് എന്നില്ലെങ്കിലേ വടന്മാര് കൊട്ടാരം അടച്ചുകൂട്ടി കിടന്ന് ഉറങ്ങിക്കളയും. പിന്നെ ഞാൻ പുറത്ത് കിടന്ന് ഉറങ്ങേണ്ടി വരും. ഇന്നെങ്കിലും എനിക്കൊന്ന് അകത്ത് കിടന്ന് ഉറങ്ങണം. ഞാൻ പോട്ടെ ശബു. ബൈ ബൈ.
അന്ന് ദുഷ്യന്ത മഹാരാജാവ്. ഈശ്വര, ഈ കണ്വ മഹർഷിയുടെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ വഴിതെറ്റി വന്നവൻ എന്റെ മകളെ വഴി തെറ്റിച്ചല്ലോ. എനിക്കവിടെ വേഗം നിന്റെ ഉൾപ്പെടെടുത്ത് റെഡിയായിക്കോ. ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് വരാം. നമുക്ക് ഇപ്പൊ തന്നെ അവന്റെ കൊട്ടാരത്തിലേക്ക് പോകണം. ശരി അച്ഛ. ദുഷ്യന്ത മഹാരാജാവിന്റെ വാടക കൊട്ടാരം. 1, 2, 3 and 4. സാധാരണ എല്ലാവരും നമ്മെ മുഖമാണല്ലോ കാണിക്കാറ്. എന്നാ മോന്ത കുളവായത് കൊണ്ടായിരിക്കും വയറ് കാണിക്കാനാണെന്നാ എന്റെ അടുത്ത് പറഞ്ഞ്. വയറെങ്കിൽ വയറ് കടന്ന് വരാൻ പറയൂ. ആരാണ് മനസ്സിലായില്ലല്ലോ? പ്രഭു, എന്റെ മകളുടെ കുട്ടി അങ്ങയുടെ വയറ്റിൽ വളരുന്നുണ്ട്. സോറി, ടെൻഷൻ കാരണം വയറ് മാറിപ്പോയതാണ്. അങ്ങയുടെ കുട്ടി എന്റെ മകളുടെ വയറ്റിൽ വളരുന്നുണ്ട്. ഇമ്പോസിബിൾ. എനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല. ഓഹോ, ഞാൻ ഈ പെണ്ണിനെ അറിയുക പോലുമില്ല. അത് ശരി. എടോ കിളവാ, വിത്തോണം 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 കൊട്ടാരം വിത്തോണം. ഇടപെടുകില്ല വാ കൊച്ചിനെ കൊണ്ടിപ്പോ കൊട്ടാരം വിത്തോണം. ആ വിത്തോണം 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 കൊട്ടാരം വിത്തോണം. ഇടപെടുകില്ല വാ കൊച്ചിനെ കൊണ്ടിപ്പോ കൊട്ടാരം വിത്തോണം. ഈ നാട്ടിൽ എന്നെ നാണം കെടുത്താര കൊട്ടാരം വിത്തോണം. ഈ കൊട്ടാരവാസികൾ ഒട്ടും അറിയാതെ പെട്ടെന്ന് വിത്തോണം. തന്നെ കാലിക്കും വീച്ചക്കും നീലക്കും മുമ്പുതാ കൂട്ടിന് വിത്തോണം. ഈ കെട്ടാത്ത പെണ്ണിന്റെ കുട്ടിയെ കൊണ്ടുതാ കൊട്ടാരം വിത്തോണം. ദുഷ്യേട്ടാ, അങ്ങനെ ഓർക്കുന്നില്ലേ? ഇല്ല. മാലിനി നദിയിൽ കണ്ണാടി നോക്കിയിരുന്നതും കൈ കോർത്തു പിടിച്ചതും നിന്റെ എല്ലാം അങ്ങ് കവർന്നെടുത്തതും അങ്ങ് ഓർക്കുന്നില്ലേ? ഇല്ല, ഞാനൊന്നും ഓർക്കുന്നില്ല. കടന്നു പോകുമ്പോഴത്തെ ശകുന്തളേ, ഇവൻ നിന്നെ ഓർക്കാൻ അച്ഛൻ നോക്കിട്ട് ഒരൊറ്റ പണിയുള്ളൂ. എന്താ അത്? കാണിച്ചു തരാം. ഇവനെയൊക്കെ ചങ്ക് നോക്കി ഒരു വീക്ക് കൊടുത്താൽ ശകുന്തളെ നിന്നെ ഓർമ്മ വരും. പീഡന കേസിൽ പോലീസിൽ പീഡിപ്പിച്ചാൽ ശകുന്തളെ ഇവൻ തവിഞ്ഞും. വേണ്ടച്ച, ഇങ്ങനെ നമുക്ക് ക്രൈമിൽ എഴുതി നാറ്റിക്കണം അച്ഛാ, നാറ്റിക്കണം. നിർത്ത്. ഞാൻ സമ്മതിച്ചു. അങ്ങനെ വഴിക്കുവാ. പക്ഷെ ഒരു വ്യവസ്ഥ. നിങ്ങൾ ഈ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഈ രാജ്യവും ഈ കൊട്ടാരവും ഇവിടുത്തെ എല്ലാ സ്വത്തുക്കളും ഞാൻ ഇവൾക്കും കൊച്ചിനും എഴുതി കൊടുക്കും. മറിച്ച് ഇവൾ ഗർഭിണി അല്ലെന്നെങ്ങാനും തെളിഞ്ഞാൽ രണ്ടിനെയും ഞാൻ തുറങ്ങിലടക്കും. അങ്ങ് എന്താ പറഞ്ഞത്? ഇവൾ ഗർഭിണിയാണെങ്കിൽ ഈ രാജ്യവും ഇവിടുത്തെ കൊട്ടാരവും ഇവിടുത്തെ എല്ലാ സ്വത്തുക്കളും എന്റെ മകളുടെ പേരിൽ എഴുതി കൊടുക്കുമെന്നോ? കൊടുക്കും. ഉറപ്പാണ്? ഉറപ്പ്. സത്യമായിട്ടും കൊടുക്കും. മറിച്ച് ഇവൾ ഗർഭിണി അല്ലെങ്കിൽ ഗർഭിണിയാകാൻ ഒരവസരം കൂടി അങ്ങ് കൊടുക്കണം മഹാരാജൻ. ഓക്കെ. വിളയാട്ട് വിളയാടി போட்டதுமே பெற்றுக்கலாம்